എന്താണ് വാക്സിങ്? നമ്മുടെ എക്സ്ട്രാ ഹെയർസ് വാക്സ് എന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് വാക്സ് സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാക്സ് എന്ന് പറയുന്നത്. വാക്സ് നമുക്ക് പലതരത്തിലുണ്ട്. പലതരത്തിലെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചോക്ലേറ്റ് വാക്സ്, പിന്നെ വെജിറ്റബിൾ വാക്സ്, ഹാർഡ് വാക്സ്, അങ്ങനെ പലതരത്തിൽ പേരിൽ വാക്സുകൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നോർമലി സത്യത്തിൽ ഷുഗറും സിട്രിക് ആസിഡ്, പിന്നെ വെജിറ്റബിൾസ് ഓയിൽസ്, ചോക്ലേറ്റ്, അങ്ങനെയുള്ള സാധാരണ വലിയ കെമിക്കൽസ് ഒന്നുമില്ല, അങ്ങനെയുള്ള സാധാരണ കണ്ടൻറ്റുകൾ അടങ്ങിയതാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോസ്റ്റ് ഒത്തിരി കുറഞ്ഞ വാക്സുകൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ അകത്ത് ഓയിൽ, വെജിറ്റബിൾസ് ഓയിൽസൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ ഓയിൽസൊക്കെ ആയിരിക്കും അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ചീപ്പ് റേറ്റ് ആയിട്ടുള്ള വാക്സുകൾ നമ്മുടെ ശരീരത്തിൽ വാക്സിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കുറവായിരിക്കും. വാക്സ് ചെയ്താൽ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 ആഴ്ച, മാസത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് വാക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്കിന്നുകൾ സോഫ്റ്റ് ആകും. വാക്സ് റെഗുലറായിട്ട് ചെയ്യുന്നവരുടെ സ്കിന്നുകൾ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഈ വരുന്ന ഹെയറിൻ്റെ ഒരു തിക്കെന്ന് പറഞ്ഞാൽ പിന്നെ കുറവായിരിക്കും. നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് വാക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ വാക്സ് ചെയ്താൽ കാലക്രമേണ ആ ഹെയറിൻ്റെ തിക്നെസ് കുറയുകയും ഹെയർ നല്ല സോഫ്റ്റ് ആകുകയും സ്കിന്ന് സോഫ്റ്റ് ആകുകയൊക്കെ ചെയ്യും. അതൊക്കെ ആണ് വാക്സിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഷേവിങ്ങിനെക്കാട്ടിലുമൊക്കെ വളരെ ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക്, ഹെയർ ഫാസ്റ്റായിട്ട് വളരുന്നവർക്കൊക്കെ വളരെ നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് വാക്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിൻ്റെ ദോഷമെന്ന് പറഞ്ഞാൽ, ദോഷം എന്ന് പറഞ്ഞാൽ പെയിൻഫുള്ളാണ്. അതായത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ നന്നായിട്ട് വേദന എടുക്കും വാക്സ് ചെയ്യുമ്പോൾ. പിന്നെ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് പൊള്ളൽ പോലെ, അല്ലെങ്കിൽ അവിടുത്തെ തൊലി ഇങ്ങനെ വിട്ടുപോവുക ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ നമ്മൾ നല്ല ഹൈജീനോടെ വൃത്തിയായിട്ട് അത് ചെയ്യേണ്ട അതേ പ്രോപ്പർ രീതിയിൽ കറക്റ്റ് ചൂട്, കറക്റ്റ് പൊസിഷൻ, അത് കറക്റ്റായിട്ട് പിടിക്കുന്ന ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അതിനൊരു ടെക്നിക്കുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് മുറിയാൻ സാധ്യതയുണ്ടാകും, പാട് വരാൻ സാധ്യതയുണ്ടാകും, പൊള്ളലേക്കുന്ന പോലത്തെ പാട് വരാൻ സാധ്യതയുണ്ടാകും. അത് പിന്നെ അത്രയും വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഹൈജീൻ്റെ പ്രശ്നം കൊണ്ട് വേറെ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുമിള പോലെ ബൾജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള അതിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാം? എന്തായാലും വാക്സിൻ ചെയ്യുന്നത് ഒരു 16 വയസ്സിന് ശേഷം മാത്രമേ വാക്സിൻ ചെയ്യാവുള്ളൂ. കാരണം എന്തെന്നാൽ 16 വയസ്സിന് മുന്നുള്ള എന്ന് പറഞ്ഞാൽ ബാല്യത്തിലുള്ള കുട്ടികളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ്, വളരെ സോഫ്റ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ വാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, പഞ്ചസാരയൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് അതൊരു പശ പോലെ ആക്കിയിട്ടാണ് ചെറിയ ചൂടോടെ അപ്ലൈ ചെയ്ത് വാക്സ് സ്ട്രിപ്പ് വെച്ച് റിമൂവ് ചെയ്യുന്ന രീതിയാണ്. അന്നേരം അത്രയും ചെറിയ സ്കിന്നിലോട്ട് ഇത് ചെയ്യുമ്പം ആ സ്കിന്ന് വലിയാനും പൊട്ടാനും മുറിയാനും ഒക്കെ സാധ്യതയുണ്ടായും. ആ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് അന്നേരം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളോട് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാക്സ് ചെയ്യുന്ന രീതി ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ വാക്സ് ചെയ്യാൻ പറ്റാത്തവരെന്ന് പറഞ്ഞാൽ നമുക്ക് അലർജി ഉള്ളവർ, സ്കിൻ അലർജി ഉള്ളവർ ദൈവത്തെ ഓർത്ത് വാക്സ് ചെയ്യാതിരിക്കുക. സൺബേൺ, സൂര്യാഘാതമേറ്റ സ്കിന്നാണ്. നമ്മുടെ കൈയൊക്കെ ചിലപ്പോൾ താനെ ഏറ്റിട്ട് ഒരുമാതിരി വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന പോലെ വരും ചിലപ്പം. ആ ഭാഗത്തൊക്കെ നമ്മൾ വാക്സ് ചെയ്യാൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാനും സ്കിന്ന് പൊട്ടാനും സാധ്യതയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുക. പ്രഗ്നൻസി വുമൺസ് ചെയ്യാതിരിക്കുക. പിന്നെ ഷുഗർ പേഷ്യൻ്റ്, ഷുഗർ ഉള്ളവർ ചെയ്യാതിരിക്കുക. കാരണം ഈ ചെറുതായിട്ടങ്ങനെ പൊട്ടുകയോ മുറിയോ ഒക്കെ ചെയ്താൽ അവിടെ ഇറിറ്റേഷൻ വരികയും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വാക്സിന് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ നോർമൽ എല്ലാവർക്കും നന്നായിട്ട് ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവർക്കും തിക്കായിട്ട് ഹെയർ ഉള്ളവർക്കും ഷേവിങ്ങിനെക്കാട്ടിലും നല്ലൊരു ഓപ്ഷനാണ് വാക്സിങ് എന്ന് പറയുന്നത്.
പിന്നെ വാക്സിങ്ങിൻ്റെ ദോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഗുണങ്ങളും ഇതൊക്കെ തന്നെയാണ്. പലതരത്തിലുള്ള വാക്സിൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചോക്ലേറ്റ് വാക്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടാകും. വെജിറ്റബിൾസ് ഓയിൽസ് ഒക്കെ അടങ്ങിയ വാക്സ് വെജിറ്റബിൾസ് ഓയിൽസ് അടങ്ങിയ വാക്സ് ആയിരിക്കാം. ഷുഗർ വാക്സ് ഷുഗർ അടങ്ങിയ എല്ലാത്തിൻ്റെ അകത്ത് ഷുഗർ എന്ന് പറയുന്ന കണ്ടന്റ് മസ്റ്റായിട്ടുണ്ടായിരിക്കും. കാരണം ഷുഗർ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ പശ പോലെ നമുക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാക്സിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആർക്കൊക്കെ ചെയ്യാം. പിന്നെ വാക്സിൻ ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കൊരു 24 മണിക്കൂറിലേക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നേരിട്ട് സൂര്യാഘാതം ഏൽക്കുന്നിടത്തോ പോയി നിൽക്കാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. പെട്ടെന്ന് നമുക്ക് പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. പിന്നെ സ്ക്രബ്, ഫേഷ്യൽ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ കല്യാണം വരുമ്പം വാക്സിനും ഫേഷ്യലും കൂടെ ഒരു ദിവസം ഒരുമിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുകയായിരിക്കും വാക്സിൻ ചെയ്യുമ്പം. എന്നിട്ട് അതിന് നമ്മൾ 2 ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അതിൻ്റെ പുറത്തോട്ടിട്ട് സ്ക്രബ്, ഫേഷ്യൽ, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് സ്കിൻ റാഷസ്, ഇറിറ്റേഷൻ, അലർജി ഒക്കെ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അലോവേര ജെല്ല് നമ്മൾ വാക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കൂളായിട്ടുള്ള ഏതെങ്കിലും ജെല്ല് അല്ലെങ്കിൽ അലോവേര പോലുള്ള ജെല്ലുകൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും വാക്സ് ചെയ്തതിന് ശേഷം. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഈ ഉള്ള ഹെയർ ഇത്രയും വേദന സഹിച്ച് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ അലോവേര ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് വീണ്ടും കൂടത്തില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ ഹെയർ ഗ്രോത്ത് അങ്ങനെ കൂടത്തില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി അലോവേര ജെൽ അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ വാക്സ് ചെയ്തതിൻ്റെ പുറത്ത് 1-2 ദിവസം അലോവേര ജെൽ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അതിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് ചെയ്യണതല്ലേ. അപ്പോൾ അതിനെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കൂളാക്കാൻ, സോഫ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് അലോവേര ജെല്ല് അതുപോലെ ഉള്ള കൂളായിട്ടുള്ള ക്രീംസ് നമുക്ക് ഉപയോഗിക്കാം. കൂളായിട്ടുള്ള ഈ അലോവേര ജെല്ല് പോലെ വേറെ കെമിക്കൽസ് ഒന്നും അധികം അടങ്ങിയിട്ടില്ലാത്ത ജെല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. 24 മേക്കപ്പ് ചെയ്യുന്നത്. മേക്കപ്പ് നമുക്കൊരു എന്തായാലും ഒരു 2 ദിവസം കഴിയാതെ ആ വാക്സ് ചെയ്ത ഫേസിലോട്ട് മേക്കപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ കൂടുതൽ എല്ലാവരും വാക്സ് ചെയ്യുന്ന ഏരിയ അണ്ടർ ആംസ്, ഫേസ് നല്ല ഗ്രോത്ത്, ഫേസിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവർ ചെയ്യും. അപ്പർ ലിപ്പ് ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ചിലർക്ക് താടിയിൽ ഹെയർ ഗ്രോത്ത് ഹോർമോൺ ചേഞ്ചസ് കാരണം താടിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നവരുണ്ടാവും. അവർക്കൊക്കെ വാക്സ് നല്ലൊരു മെത്തേഡാണ്. പിന്നെ നമ്മുടെ ആംസിൽ ചെയ്യാം, ലെഗിൽ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാക്സ് ചെയ്തതിന് ശേഷം ടൈറ്റായിട്ടുള്ള ലെഗിൻസ് പോലുള്ള വസ്ത്രങ്ങൾ അത് തൽക്കാലം ഒന്ന് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറുകിയ വസ്ത്രങ്ങൾ, ഇപ്പം കാലിൽ നമ്മൾ വാക്സ് ചെയ്തിട്ട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അവിടെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ അന്നേരം ചൊറിയുമ്പോൾ അവിടെ പൊട്ടാനും ഇറിറ്റേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വാക്സിനെ കുറിച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും. പിന്നെ ഇപ്പം വേറെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നറിയാം. ഞാൻ കുറേ നാൾ ഈ പീരീഡിൽ നിന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറുന്നതുകൊണ്ട് എനിക്കൊരുപാട് മിസ്റ്റേക്കുകളും ഒക്കെ പറ്റുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പറയാനും അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജിലൂടെ അറിയിക്കാവുന്നതായിരിക്കും. അപ്പം ആർദ്ര മേക്ക് ഓവർ സ്റ്റുഡിയോ, ആർദ്ര മേക്ക് ഓവർ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ID. അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി നാളെ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.